വന്നാൽ ശരീരത്തിനും. പ്രേക്ഷകർക്കായിട്ട് ഞാനൊരു ടിപ്പ് പറയാം. അതായത് മനസ്സിനാണ് അസുഖമെങ്കിൽ, മനസ്സിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ അനക്കിയിരിക്കണം, എക്സസൈസുകൾ ചെയ്തിരിക്കണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഫാമിലിയായിട്ട് ധാരാളം വരാറുണ്ട്. ഓരോ പ്രശ്നങ്ങളായിരിക്കും ഓരോരുത്തർക്കും. ഫാമിലിയായിട്ട് വരുന്നത് എന്തുകൊണ്ട് നല്ലതാണ്? കാരണം എന്താന്ന് വെച്ചാല് ഫാമിലി ബന്ധങ്ങളെ കൂടുതൽ അറ്റാച്ച്മെന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ തെറാപ്പികൾ സഹായിക്കും. കാരണം അമ്മയ്ക്ക് മക്കളെ മനസ്സിലാക്കാൻ, മക്കൾക്ക് അച്ഛനമ്മയെ അതിന് മനസ്സിലാക്കാൻ NLPയിൽ ഒരു ടൂൾ ഉണ്ട്. അതായത് വിഷ്വൽ ഓഡിറ്ററി കിനസ്തെറ്റിക്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഇത് ഒരാൾ വിഷ്വൽ ആയിരിക്കാം. വിഷ്വൽ എന്ന് പറഞ്ഞാൽ കാഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളായിരിക്കാം, ഒരാൾ കേൾവിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളായിരിക്കാം, ഒരാൾ ടച്ചിന് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കാം. ഇപ്പോൾ ഒരു വീട്ടിൽ 3 മക്കളുണ്ടെങ്കിൽ 3 പേരും 3 തരത്തിലായിരിക്കാം. അപ്പോൾ അവരുടെ ഭാഷ എന്ന് പറയുന്നത് ഈ 3 തരത്തിലാണ്. ഈ രീതിയിൽ വേണം അവരോട് സംസാരിക്കാൻ. കേൾവിക്ക് പ്രാധാന്യമുള്ള ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല, അയാൾക്കൊന്നും മനസ്സിലാവില്ല. ഇത് ടീച്ചിങ് മേഖലയിൽ വളരെ പ്രയോജനകരമായ ഒരു കാര്യമാണ്. കുട്ടികളെ മനസ്സിലാക്കി ചെയ്യിക്കാനായിട്ട് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ അറിയാലോ, ചില കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അതേസമയം ഒന്ന് കാണിച്ചു കൊടുത്താലോ, ഇത് ഇത്ര സിമ്പിളായിരുന്നോ ടീച്ചർ എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ടാവും. ചിലരുടെ അടുത്ത് അതൊന്ന് ചെയ്ത് നോക്കാൻ പറയുമ്പോൾ, മാത്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ പറയുമ്പോൾ ഇത് ഇത്ര സിമ്പിളാണെന്നോ എന്ന് പറയുന്ന കുട്ടികളുണ്ട്. എന്നതുപോലെ വീടുകളിലും വ്യക്തിബന്ധങ്ങളിലും ഒക്കെ നമുക്ക് ഈ ഭാഷ, ഇതിനെ ഞങ്ങൾ പറയുന്നതാണ് ഭാഷ എന്ന് പറയും. അതായത് ഒരാളുടെ ഭാഷ വിഷ്വലായിട്ടുള്ള ഒരാൾക്ക് വിഷ്വലി തന്നെ കിട്ടണം. അപ്പോഴാണ് അയാളുടെ ഉള്ളിലേക്ക് കയറുള്ളൂ. ഓഡിറ്ററി ആയുള്ള ഒരാൾക്ക്, അതായത് ഞാൻ ഓഡിറ്ററിയാണ്, എൻ്റെ കൂടെ എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ സൈക്കോളജിസ്റ്റ് വിഷ്വലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് കാര്യമുണ്ടെങ്കിലും എനിക്ക് വിശദീകരിച്ച് പറഞ്ഞു തരണം. അപ്പോഴാണ് എനിക്ക് കൂടുതൽ കിട്ടുക. തിരിച്ചറിയാൻ പറ്റും. അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ക്ലാസ്സുകളിൽ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ സെഷൻസിൽ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചില കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ ഈ ഒരു സാധനം മാത്രം മതി. ചില ഭാര്യ ഭർത്താക്കന്മാർ വരും, 10-32 വർഷമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് മക്കളെയൊക്കെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും ഇച്ചായം പറയണേ എനിക്ക് മനസ്സിലാവുന്നില്ല, അവൾ പറയണേ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയും. ഈ ഭാഷ, അതായത് അയാളുടേത് വിഷ്വലാണോ ഓഡിറ്ററി ആണോ കിനസ്തെറ്റിക് ആണോ എന്ന് മനസ്സിലാക്കി ഒന്ന് തിരിച്ച് അതനുസരിച്ച് പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ എന്നെ കേൾക്കുന്നുണ്ട്, എന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഫീൽ വരിക. അപ്പോഴാണ് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നത്. ഇത് തന്നെ നമുക്ക് സെയിൽസിൽ ഉപയോഗിക്കാം, ഒരു സെയിൽസിൽ ബിസിനസ്സിൽ ഉപയോഗിക്കാം. അതായത് വിഷ്വലി ആയിട്ടുള്ള ഒരാൾ വരികയാണെങ്കിൽ അയാൾ വിഷ്വലാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അയാളായിട്ട് റാപ്പോ ബിൽഡ് ചെയ്യാൻ എളുപ്പമാണ്, ബന്ധങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. വിഷ്വലായിട്ടുള്ള ഒരാൾക്ക് അതനുസരിച്ചിട്ടുള്ള രീതിയിൽ, ഇപ്പോൾ ടെക്സ്റ്റൈൽസിലൊക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഡ്രസ് മെറ്റീരിയൽസ് എടുത്തിട്ട് വെച്ചാൽ അയാൾ അത് എടുത്തിട്ട് പോകും. അതേസമയം വിഷ്വലല്ല ഓഡിറ്ററി ആയിട്ടുള്ള ഒരാളാണ് വന്നേക്കണമെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളോട് ഡ്രസ്സ് കാണിക്കേണ്ട, ഡ്രസ്സിനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടേയിരുന്നാൽ മതി, അയാൾ എടുത്തിട്ട് പോകും. അല്ലാത്തൊരാൾ മാം ഒന്ന് വെച്ചു നോക്ക്, ഒന്ന് ഉടുത്ത് നോക്ക്, ഒന്ന് തൊട്ട് നോക്ക് എന്ന് പറയുമ്പോഴാണ്, അത് ചെയ്യിക്കുമ്പോഴാണ് ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് എടുത്തിട്ട് പോകും. അപ്പോൾ സെയിൽസിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് തന്നെ നമുക്ക് ബിസിനസ്സുകളിൽ ഉപയോഗിക്കാൻ പറ്റും. എല്ലാ മേഖലയിലും എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളുണ്ടോ എല്ലാ മേഖലകളിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. വീട്ടമ്മമാർക്കും പറ്റും, കുട്ടികൾക്കും പറ്റും, എല്ലാവർക്കും ഉപയോഗിക്കാം. അതേപോലെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ മിററിംഗ് ടെക്നിക് ഉണ്ട്. അതായത് ഇപ്പോൾ അഞ്ജന ഇരിക്കുന്ന സ്റ്റൈലിൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അഞ്ജനയ്ക്ക് ഫീൽ ചെയ്യും ഞാനും അഞ്ജനയും ഏകദേശം ഒരേപോലെയാണ് എന്നുള്ള, അത് ആ ഒരു ഫീല് കിട്ടും. റാപ്പോ ബിൽഡിങ്ങിൽ എളുപ്പമാണ് മിററിംഗ് ടെക്നിക്ക്. ഇങ്ങനെ ഐ ടു ഐ കോണ്ടാക്ട്, ഇതെല്ലാം മിററിംഗ് ടെക്നിക്ക്. ഇങ്ങനെയൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കുറച്ച് കഴിയുമ്പോൾ അറിയാണ്ട് കാലൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ മാറും. അപ്പോൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ ടെക്നിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെ ധാരാളം എലമെന്റ്സ് ഉണ്ട്. ഒരു എപ്പിസോഡ് കൊണ്ടോ 2 എപ്പിസോഡ് കൊണ്ടോ 3 എപ്പിസോഡ് കൊണ്ടോ ഒന്നും നമുക്കിതൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതേപോലെ ഇത് പഠിച്ചു തീർക്കാനും പറ്റത്തില്ല. എന്നാൽ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാനായിട്ട് എളുപ്പമാണ് എന്നതാണ്. നമ്മളുടെ പ്രോബ്ലം ഉള്ളവർ വരുന്നതിനേക്കാൾ കൂടുതൽ പ്രോബ്ലം ഇല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതിനെ നമുക്ക് എടുത്ത് പുറത്തേക്ക് കളയാനും അതിനെ അല്ലാത്തതിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാനും സാധിക്കും.
പ്രോബ്ലം ഉള്ളവർ വരികയാണെങ്കിലോ അവർ കുറേ കൂടി നിർമ്മലമായ മനസ്സോടുകൂടി മാറുകയും ജീവിതത്തെ കുറേ കൂടി പോസിറ്റീവ്ലി കാണാനും ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കാനും NLP സഹായിക്കുമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് എപ്പോഴും എല്ലാവരും പറയുന്നത് മാനിഫെസ്റ്റിംഗ് ടെക്നിക്ക് അല്ലെ മാനിഫെസ്റ്റേഷൻ അല്ലേ. അപ്പം ഓരോ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക, എന്താണോ നമ്മുടെ ആഗ്രഹങ്ങൾ അതിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ, അതുമൊക്കെ ഇതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. മാനിഫെസ്റ്റേഷനേക്കാൾ ഉപരി ഇതൊരു മാനിഫെസ്റ്റേഷൻ ടൂൾ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ മാനിഫെസ്റ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് സാമാന്യം അതിനോട് അടുക്കാനുള്ളൊരു എനർജി വേണം. നമ്മുടെ ഉള്ളിൽ വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും നിൽക്കുകയാണെങ്കിൽ ആ ഒരു എനർജി ഉണ്ടാവില്ല. പലപ്പോഴും പറയുന്നതാണ് നമുക്ക് എന്താ പറയുക, മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല, അല്ലെങ്കിൽ ശരീരം എത്തുന്നിടത്ത് മനസ്സെത്തുന്നില്ല എന്ന് പറയാറുണ്ട്. അതായത് ആഗ്രഹം കാണും, പക്ഷെ അതുപോലെ നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് എത്താൻ പറ്റാതിരിക്കും പലപ്പോഴും. അതായത് മനസ്സും ശരീരവും കണക്റ്റഡ് ആണ്. അപ്പം ശരീരത്തിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ മനസ്സിനും, മനസ്സിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ ശരീരത്തിനും. പ്രേക്ഷകർക്കായിട്ട് ഞാനൊരു ടിപ്പ് പറയാം. അതായത് മനസ്സിനാണ് അസുഖമെങ്കിൽ, മനസ്സിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ അനക്കിയിരിക്കണം, എക്സസൈസുകൾ ചെയ്തിരിക്കണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ച് ഡപ്പാങ്കൂത്തെങ്കിലും നിങ്ങൾ ചെയ്യുക. തീർച്ചയായും സ്വാഭാവികമായും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എനർജി തിരിച്ചു വരുന്നത് ഫീൽ ചെയ്യും. ഇനി ശരീരത്തിനാണ് അസ്വസ്ഥതയെങ്കിൽ, അതായത് പനിയോ അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടെങ്കിൽ മനസ്സിനെ ഉണർത്തുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിനാവശ്യമായ രീതിയിലുള്ള ആക്ടിവിറ്റീസിലേക്ക്, മനസ്സിനെ സന്തോഷത്തിലേക്ക് വരുത്തുന്ന കാര്യങ്ങൾ, യാത്രയാകാം, പാട്ട് കേൾക്കാം, അതേപോലെ തന്നെ മെഡിറ്റേഷൻസ്, യെസ്, എന്ത് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇത് ചെയ്താൽ തന്നെ നിങ്ങളിൽ കുറേ മാറ്റങ്ങൾ ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. അങ്ങനെയല്ല പറഞ്ഞത്. മനസ്സിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത, ഇപ്പൊ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, അയ്യോ ഞാൻ മൂടിയാണ് എന്ന് തോന്നി നമ്മൾ ബെഡിൽ കിടക്കാതെ, മനസ്സിനൊരു അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പോയി ബെഡിൽ കിടക്കുകയാണ് ചെയ്യുക. അത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ മൂടിയായിട്ട് ഇരിക്കും. അതിന് പകരം ഒരു റൗണ്ട് നടന്നിട്ട് വരുമ്പോഴേക്കും നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഹോർമോൺ ചേഞ്ചസ് വരും, അങ്ങനെയുള്ള മാറ്റങ്ങൾ വരും. അപ്പം ഇത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതൊരു ടിപ്പായിട്ട് എല്ലാത്തിലും മാറ്റങ്ങൾ വരും. ഇതിനെപ്പറ്റിയുള്ള തിരിച്ചറിവാണ് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്താൽ എങ്ങനെ മാറ്റം കൊണ്ടുവരും എന്നുള്ള ഒരു തിരിച്ചറിവ്. അതിപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സെഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണോ ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ NLPയുടെ തെറാപ്പികളിലേക്ക്, അതായത് ട്രെയിനിങ് പ്രോഗ്രാമുകളിലേക്ക് വരുമ്പോൾ കുറേ ആക്ടിവിറ്റികളിലൂടെ നിങ്ങൾ കടന്നു പോകും. ഞങ്ങളുടെ അടുത്ത് വരുന്ന സ്ത്രീകൾ, ശബ്ദം ഉയർത്താൻ പറ്റാത്ത സ്ത്രീകൾ വരെ വരാറുണ്ട്. അവർക്ക് ചില തെറാപ്പികൾ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെയായിരിക്കും ഞങ്ങളുടെ സെഷനിലേക്ക് വന്നിരിക്കുന്നത്, പോകുന്നത് ഇങ്ങനെയായിരിക്കും. ആ ഒരു രീതിയിൽ പോകുന്നത് കാണാറുണ്ട്. ആ മാറ്റമാണ് ഞങ്ങൾക്ക് വീണ്ടും 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 സെഷൻസ് വയ്ക്കാനായിട്ട് പ്രേരണയായി മാറുന്നത്. പിന്നെ മാം ഇപ്പം പറഞ്ഞ സെൻറ്ററിൻ്റെ കാര്യം നമ്മൾ തുടക്കത്തിലേ പറയേണ്ടതായിരുന്നു. അതിൻ്റെ പേരും ഈ കാര്യങ്ങളുമൊക്കെ. ഇപ്പം ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വിളിച്ചിട്ട് വരാമല്ലോ, അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരാമല്ലോ. ഏതൊക്കെ ദിവസങ്ങളിലാണ്, ഏതൊക്കെ രീതിയിലാണ് സെഷൻസ് പോകുന്നത്, എവിടെ വെച്ചാണ് ഇത് എടുക്കുന്നത്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ട. ഞങ്ങളുടെ സെൻറ്റർ വന്നിട്ട് എറണാകുളത്ത് പാലാരിവട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത്. സെൻറ്ററിൽ ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. ഞാൻ സൈക്കോളജിസ്റ്റാണ്. ഇനി ഞങ്ങളുടെ കൂടെ ഒരു മെയിൽ സൈക്കോളജിസ്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ കപ്പിളായിട്ട് വന്നാലും എങ്ങനെ വന്നാലും 2 പേരും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ ബുക്ക് ചെയ്തിട്ട് വരാവുന്നതാണ്. മെഡിസിൻ ഇല്ല, ബുക്ക് ചെയ്തിട്ട് വരാവുന്നതാണ്. പിന്നെ സെൻറ്ററിൽ വന്നിട്ട് NLP മാത്രമല്ല, കൗൺസിലിംഗ് ഉണ്ട്, ആക്സസ് കോൺഷ്യസ്നെസ്സിൻ്റെ വിവിധ പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഏതാണ് ഏറ്റവും അനുയോജ്യമായത്, അവരുടെ പ്രോബ്ലത്തിൽ നിന്ന് അവരെ കൂടുതൽ എൻഹാൻസ് ചെയ്യാനായിട്ട് ഏതാണ് അനുയോജ്യമായത്, അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. ബുക്ക് ചെയ്തിട്ട് വരാം. കൂടാതെ ഞങ്ങൾ 7 ഡേയ്സും വർക്കിംഗ് ആണെന്ന് തന്നെ പറയാവുന്നതാണ്. പക്ഷേ സൺഡേയ്സ് വരുമ്പോൾ മിക്കവാറും ട്രെയിനിങ് പ്രോഗ്രാമുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബിസി ആവാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ ഇല്ലാത്ത ദിവസങ്ങളാണ് ഓൺ കോൾ ഞങ്ങളത് എടുക്കാറുണ്ട്. പിന്നെ കൂടുതലായിട്ടും ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ വരുന്നതാണ് എപ്പോഴും കുറേ കൂടി ബെറ്റർ. കാരണം ഓഫ്ലൈൻ കൊടുക്കുമ്പോൾ അവരുടെ IQs നോക്കി, അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കി, അത് കൃത്യമായി മനസ്സിലാക്കി അവർ ഏത് ലെവലിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി നമുക്ക് കൊടുക്കാൻ എളുപ്പമാണ്. ചില കേസിൽ ഓൺലൈൻ എടുക്കുമ്പോൾ ട്രോമ എന്ന് പറയുന്നത് വളരെ ഹെവി ആയിരിക്കും. ചിലപ്പോൾ മരണപ്പെട്ട ഒരാളുടെ ട്രോമയാണ് അവർ ഹീൽ ചെയ്യാനായിട്ട് ഓൺലൈനിൽ ഇരിക്കുന്നതെങ്കിൽ ആ സമയത്ത് ബ്രേക്ക് ഡൗൺ ആയാൽ
നമുക്ക് മനസ്സിലാവില്ല. ആകെ കിട്ടുന്നത് ഇത്രയും ഭാഗം മാത്രമാണ്. ഈ ഐക്യൂസിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഐക്യൂസിൻ്റെ ക്ലാസ് ഞങ്ങൾ ഒരു തവണ കൊടുത്തപ്പോൾ, ട്രെയിനിങ്ങിൽ കൊടുത്തപ്പോൾ, ഒരു ഒരു സ്ത്രീ ഇരുന്ന് കരയുക. അപ്പോൾ ഞാൻ കരയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിർത്തിയിട്ട് എന്താണെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഈ ഐക്യൂസും ബോഡി ലാംഗ്വേജും ഞാൻ നേരത്തെ പഠിക്കേണ്ടതായിരുന്നു. ഞാനിത് പഠിച്ചിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. അതായത് ആ ഐക്യൂസും ബോഡി ലാംഗ്വേജും കൃത്യമായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഭർത്താവിൻ്റെ ബിസിനസ്സിൽ വന്ന താഴ്ച വന്നപ്പോൾ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞ എല്ലാം ഓക്കെ 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 എന്ന് പറയുന്നുണ്ട്. പക്ഷേ അയാളുടെ ബോഡി പറഞ്ഞിരുന്നത് ഓക്കെ അല്ല എന്നത് അറിയിക്കുന്നുണ്ട്. ബോഡി, നമ്മൾ മനസ്സ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാ കൊണ്ട് പറയുന്നതല്ല നമ്മുടെ ബോഡി പറയുന്നത്. അപ്പം കൃത്യം വാ കൊണ്ട് പറയുന്നതല്ല നമ്മൾ കേൾക്കുക, ബോഡി പറയുന്നതും കൂടെ കേൾക്കണം എന്നുള്ള രീതിയിൽ കണ്ണും ഇതൊക്കെ നോക്കിയിട്ട് അപ്പോൾ പറഞ്ഞത് അതാണ്. അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ഫിനാൻഷ്യലി, അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്ട്രെസ് ലെവലൊക്കെ കുറയ്ക്കാൻ എനിക്ക് സപ്പോർട്ട് ചെയ്യാമായിരുന്നു. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടെന്ന് അദ്ദേഹത്തോട് പറയാമായിരുന്നു. ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇത് ഞാൻ മുൻകൂട്ടി പഠിക്കേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളിത് കൃത്യമായി ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. കുട്ടികൾ പോകുന്ന തെറ്റായ വഴികൾ എന്ന് പറഞ്ഞാൽ അഡിക്ഷൻസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്നു. ഇതെല്ലാം തെറ്റെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മാത്രമാണ് കേട്ടോ. അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ശരികളാണ്. അപ്പം തെറ്റും ശരിയും ആപേക്ഷികമാണ്, അതും നമ്മൾ ഓർക്കണം. എന്നാൽ പോലും ആ പ്രായത്തിൽ അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് അവർ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കുട്ടി നമ്മുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ, അത് KG ആയിക്കോട്ടെ, 5ാം ക്ലാസ് ആയിക്കോട്ടെ, 10ാം ക്ലാസ് ആയിക്കോട്ടെ, വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവൻ്റെ ഐ മൂവ്മെൻറ്റ്സും അവൻ്റെ ബോഡി ലാംഗ്വേജൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഒരു അച്ഛനും അമ്മയും കേൾക്കുന്നതെങ്കിൽ അവനെ കറക്റ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ബന്ധങ്ങളെ ദൃഢമാക്കാനും നമുക്ക് NLP ഉപയോഗിക്കാം. സെന്ററിന്റെ പേര് പറഞ്ഞില്ല. എൻറിക്കിൾ ബെറ്റർമെന്റ് ലൈഫ് എന്നാണ് സെന്ററിന്റെ പേര്. എൻറിച്ച് മിറക്കിളിൽ നിന്നാണ് എൻറിക്കിൾ വന്നിരിക്കുന്നത്. നമ്മളിൽ എല്ലാവരിലും ഓരോ അത്ഭുതങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മളിലുള്ള അത്ഭുതങ്ങളെ കൂടുതൽ എൻറിച്ച് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ് എൻറിച്ച് മിറക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എൻറിക്കിൾ ഉദ്ദേശിക്കുന്നത്. യുവർ ഹോൾസം ഹെൽത്ത് ഈസ് അവർ പ്രയോറിറ്റി എന്നതാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ. എന്തായാലും ഒരു അടിപൊളി പേരുമാണ്. എന്തായാലും മിറക്കിളാണ്. നമ്മളെ ഓരോ മനുഷ്യജന്മവും മിറക്കിൾ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പം ജീവിതം മറ്റുള്ളവർക്കൊരു മിറക്കിളായിട്ട് മാറട്ടെ, നമ്മളൊരു മിറക്കിളായിട്ട് മാറട്ടെ, അല്ലേ? അപ്പം ഇത്രത്തോളം വന്ന് നമുക്ക് NLPയെ പറ്റി വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. പിന്നെ സാക്ഷ്യം പറഞ്ഞ അദ്ദേഹത്തിനും നന്ദി. അപ്പം നിങ്ങളുടെ സെൻറ്റർ വളരെ നല്ല രീതിയിൽ പോകട്ടെ, ഒരുപാട് വലിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിവിടെ നിർത്താം. ഓക്കെ, അപ്പം ഇതൊക്കെ കേട്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. താങ്ക് യു.